മലയാള സിനിമ ഇപ്പോൾ ഭരിക്കുന്ന ആക്ച്വലി പ്രൊമോഷണൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ PR ഗ്രൂപ്പ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു PR ഏജൻസിക്ക് ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം അതിനെപ്പറ്റി തള്ളി നിറച്ച് സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് റിവ്യൂസ് ആണെങ്കിലും ഒരുപാട് ഫ്ലഡ് ചെയ്യുന്നുണ്ട്. മറ്റു പടങ്ങളുടെ നെഗറ്റീവ് റിവ്യൂസ് ഇതുപോലെ തന്നെ ഫ്ലഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പടത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ PR ഏജൻസീസ്. അപ്പോൾ അങ്ങനെ ഒരു PR ഏജൻസിയുടെ വർക്ക് വൈഡ്ലി ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് കണ്ടൊരു മൂവിയായിരുന്നു അതിരടി. ബേസിൽ ജോസഫും ടോവിനോ തോമസും ആയിരുന്നു അതിൻ്റെ മെയിൻ കാസ്റ്റ്. സോ മാത്രമല്ല ഈ പടം എൻ്റെ പഴയ കോളേജിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ പടത്തിൻ്റെ ആക്ച്വൽ റിവ്യൂ എന്താണ് ആ പടം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഒരു ഓൺലൈൻ റിവ്യൂ വിശ്വസിക്കാൻ പറ്റാത്ത സിനാരിയോ. സോ ലെറ്റ്സ് റിവ്യൂ അതിരടി. രണ്ട് ടൈപ്പ് ഓഫ് റിവ്യൂസാണ് സോഫാർ ഈ പടത്തിന് കണ്ടിട്ടുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ്, അത് ഇവരുടെ PR ഏജൻസി തള്ളി മറിച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂസ്. പിന്നെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് റിവ്യൂസ്, അത് ഇത്രയും ഹൈപ്പിൽ പടം കാണാൻ പോയ ആൾക്കാരുടെ റിവ്യൂ ആയിരിക്കും. എനിക്ക് ബേസിക്കലി ഈ പടം ഒരു ആവറേജ് ടു എബോവ് ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2.5 മണിക്കൂറോളം ലെങ്ത്തുള്ളൊരു പടം, 10 minutes അറൗണ്ട് ലെങ്ത്തുള്ളൊരു പടം. ആ പടത്തിൽ എനിക്ക് എവിടെ ലാഗൊന്നും തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ആളെ ബോറടിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെ മടുപ്പിക്കുന്ന രീതിയിലോ കാര്യമായിട്ട് ഒന്നും തന്നെ ഈ പടത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പടത്തിൻ്റെ ഡ്യൂറേഷനിൽ വലിയ ലാഗൊന്നും ഇല്ലാതെ എൻജോയ് തന്നെ കാണാൻ പറ്റിയൊരു ഫിലിമാണ് അതിരടി. പക്ഷേ ഈ പടത്തിൻ്റെ നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ലൈൻ കാര്യമായിട്ട് ഒന്നുമില്ല. നോൺ എക്സിസ്റ്റൻ്റ് ആണ് സ്റ്റോറി ലൈൻ. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു കോളേജിൽ ഒരു ഫെസ്റ്റ് നടത്തുന്നത് ബേസ് ചെയ്തിട്ടാണ് ഈ പടത്തിൻ്റെ തീം. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഈഗോ ക്ലാഷ്. ഒരു ഈഗോ ക്ലാഷ് എന്നുള്ള ലെവലിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളം എത്തിയിട്ടില്ല, അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടില്ല. കാരണം ഇപ്പോൾ ഒരു അയ്യപ്പൻ കോശി ലെവലൊരു ഈഗോ ക്ലാഷ് ഒന്നും ഈ പടത്തിലേക്ക് വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷേ മൊത്തത്തിലൊരു ചാമിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി ആയിട്ടാണ് അതിരടി എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു എക്സ്ട്രാ നെഗറ്റീവ് റിവ്യൂ പറയേണ്ട ഒരു പടമായിട്ടും എനിക്ക് തോന്നിയില്ല, എക്സ്ട്രാ പോസിറ്റീവ് പറയേണ്ട ഒരു പടമായിട്ടും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ജസ്റ്റ് കണ്ടു എന്ന് വെച്ചാൽ വലിയ നഷ്ടമൊന്നും ഇല്ലാത്തൊരു പടമാണ്. പക്ഷേ കണ്ടില്ലെന്ന് വെച്ചാലും വലിയ നഷ്ടമൊന്നും ഇല്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിലേക്ക് വരാം. ബേസിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, കുറച്ച് മാനേഴ്സൊക്കെ ഓക്കെ ആയിരുന്നു, കുറച്ച് മാനേഴ്സും കുഴപ്പമില്ല. പക്ഷേ ഈ ബേസിൽ റിയ ആ ഒരു പെയറിങ് ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു മാച്ചിങ് പെയറായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ പടത്തിലെ ഒരു മേജർ ക്യാരക്ടർ എന്ന് പറയാനുള്ളത് ടോവിനോ തോമസ് ആണ്. ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം എൻജോയബിൾ ആയിരുന്നു. അപ്പോൾ ആൾക്ക് ആ ഒരു ഓറ ഈ പടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്നുണ്ടായിരുന്നു. ആളുടെ ആക്ടിങ് ആണെങ്കിലും മാനേഴ്സും ആണെങ്കിലും നല്ലൊരു രസമുണ്ടായിരുന്നു. അപ്പോൾ ആൾ സ്ക്രീനിൽ വരുമ്പോൾ സെറ്റാണ്. അപ്പോൾ അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു നനഞ്ഞ പടക്കം എന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ സീൻസ് ഒന്നും അത്രത്തോളം വലിയ വെയിറ്റേജ് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ഈ ഫിലിമിന് ആക്ച്വലി എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പടത്തിൻ്റെ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഒരു ബിൽഡ് ചെയ്ത് എത്തി അവസാനമൊക്കെ ആകുമ്പോഴാണ് ടോവിനോ വരുന്നുള്ളൂ. അതുവരെ ആക്ച്വലി ഈ കോളേജിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. പക്ഷെ അത്രത്തോളം ഒരു ഇമോഷണൽ വെയിറ്റേജ്, ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി, ഒരു സംഭവമൊക്കെ ഇമോഷണൽ വെയിറ്റേജ് തരാൻ വേണ്ടി അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഐഡിയലി ആ ഒരു ഇമോഷണൽ വെയിറ്റേജ് ഓഡിയൻസിനെ കിട്ടണം. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വിനീത് ശ്രീനിവാസനുണ്ട് ഈ പടത്തിൽ, ഷാൻ റഹ്മാനുണ്ട് ഈ പടത്തിൽ. അവരൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു കോമഡി ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ പടത്തിലുണ്ട്. ഒരു കോമഡി ഫിലിമാണ് ആക്ച്വലി. എല്ലാ കോമഡിയൊന്നും വർക്കായിട്ടില്ല, കുറച്ച് കോമഡീസൊക്കെ വർക്കായി. പക്ഷേ അല്ലാത്ത പക്ഷം ഓക്കെയാണ്. പിന്നെ ഈ സോങ്സ് അല്ലെങ്കിൽ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അവസാനത്തെ ഒരു സോങ് കൊള്ളാം. ഒരു അമ്മ പുതുപ്പ എന്ന് പറഞ്ഞ പാട്ടുണ്ട്, അത് കൊള്ളാം. ബാക്കിയുള്ള എല്ലാം ഹിയർ ആൻഡ് ബാക്കി ലൈക്ക് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സോങ്സാണ്. ഇൻ്റർവെൽ ബ്ലോക്ക് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടും കുറച്ച് നല്ല സീൻസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ അതിൻ്റെ കോർ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ പുറത്ത് അവർ ചെയ്യാവുന്നതെല്ലാം ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട് ബാക്കി മേക്കിംഗ് വെച്ചിട്ട്. അപ്പോൾ ഈ പടത്തെ പറ്റി റെക്കമെൻഡേഷൻ പറയാനാണെങ്കിൽ കാണുവാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. OTTയിൽ എനിക്ക് തോന്നുന്നു ഇത്രത്തോളം എൻജോയബിൾ പോലും ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. സോ ഗോ ഫോർ ഇറ്റ് ഇഫ് യു വാണ്ട് ടു ഗോ. ലൈക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒരു കോമഡി പടം, ഒരു റിലീഫ് സ്ട്രെസ് ബസ്റ്ററായിട്ട് കാണേണ്ട പടമാണെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. വലിയ സമയനഷ്ടമൊന്നും വരില്ല, കണ്ടിരിക്കും, സമയം പോകുന്ന അറിയില്ല. സോ എൻ്റെ റേറ്റിംഗ് ഒരു ആവറേജ് ടു എബോവ് ആവറേജ് റേറ്റിംഗ് ആയിട്ട് വരും. ഫോർ മീ ഇറ്റ് വാസ് വാച്ചബിൾ.